കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ മാത്രം സംസ്ഥാനത്ത് പനി ബാധിച്ച് 87 പേരാണ് മരണപ്പെട്ടത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. സ്വാഭാവികമായും ആരോഗ്യവകുപ്പ് മന്ത്രി ഈ കാര്യത്തിലെടുത്ത നടപടികളെ സംബന്ധിച്ചിടത്തോളം വിശദീകരിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. അതിനു പകരം അദ്ദേഹം വളരെ മോശമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചവരെ പഴിചാരുകയാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം പറയുകയാണ്, പ്രതിപക്ഷത്ത് ഉള്ളവർ തോറ്റവർ വീട്ടിൽ ചെന്നിരിക്കുന്നതിന് വേണ്ടിയുള്ള വിധിയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട കാര്യമില്ലെന്നുള്ളതാണ് ശ്രീ മുരളീധരൻ്റെ വാദം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം തോറ്റാലും ജയിച്ചാലും ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ജനങ്ങൾ ആശങ്കയിൽ മുഴുകിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് പകരം നിയമസഭയിൽ പ്രതിപക്ഷം ഉയർത്തിയ ന്യായമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി കെ മുരളീധരൻ നടത്തിയ പ്രസ്താവന അതീവ ഗൗരവമാണ്. 10 വർഷത്തെ റീൽസും 5 വർഷത്തെ വീണമീട്ടലും എന്ന് പറഞ്ഞ വിഷയത്തെ നിസ്സാരവൽക്കരിച്ച മന്ത്രിയുടെ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. എന്ന് മാത്രമല്ല, അത് യാതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. സ്ത്രീകളെ അപമാനിക്കുന്നതിൽ പ്രത്യേക അഭിരുചി കാണിക്കുന്ന ആളാണ് കെ മുരളീധരൻ എന്ന് പൊതുസമൂഹം വിലയിരുത്തുകയാണ്. മുൻപ് ബഹുമാന്യയായിട്ടുള്ള ശ്രീമതി സോണിയാഗാന്ധിയെ ഇറ്റാലിയൻ മദാമ എന്നും അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേൽ എന്നും വിളിച്ച് രാഷ്ട്രീയ ഇന്ത്യയിൽ തരംതാണ നിലവാരം പുലർത്തിയ അതേ സംസ്കാരം തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തിനുള്ളതെന്ന് ഇടയ്ക്കിടെ അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഭരണപരാജയം മറച്ചുവെക്കുവാൻ വായത്തോന്ന് വിളിച്ചു പറയുന്ന ഒരാളായി മന്ത്രി മാറിയിരിക്കുകയാണ്. LDF സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യമേഖലയിൽ നടന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ എന്തിനാണ് മുരളീധരൻ ഇത്രയധികം അസ്വസ്ഥനാകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അന്ന് ആരോഗ്യവകുപ്പിനെ ഏറ്റവും കൂടുതൽ കള്ളങ്ങൾ പറഞ്ഞ് അധിക്ഷേപിച്ചവരിൽ മുന്നിൽ നിന്ന ആളാണ് ഇന്നത്തെ ആരോഗ്യമന്ത്രി എന്ന് എല്ലാവർക്കും തന്നെ അറിയാം. അധിക്ഷേപങ്ങളും കള്ളപ്രചരണങ്ങളും ഇന്ന് ബൂമറാങ് പോലെ തിരിച്ച് വന്നിരിക്കുകയാണ്. 30 ദിവസം കൊണ്ട് തന്നെ താനിതിന് പറ്റിയ ആളല്ലെന്ന് ബഹുമാനപ്പെട്ട ശ്രീ മുരളീധരൻ തെളിയിച്ചിരിക്കുകയാണ്. ഞാൻ ഈ വിമർശനം പറയുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹം പറയാനിടയുള്ള വിമർശനം നിയമസഭയിലെ കയ്യാങ്കളിയെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കും അദ്ദേഹം പറയാൻ പോകുന്ന വിമർശനം. അതുകൂടെ ഞാൻ അഡ്വാൻസായിട്ട് പറഞ്ഞേക്കാം. LDF ഭരണകാലത്ത് കൈവരിച്ച നേട്ടങ്ങൾ മന്ത്രിയുടെ അറിവില്ലായ്മ എടുത്തു കാണിക്കുകയാണ്. എണ്ണിയാൽ തീരാത്ത നേട്ടങ്ങളാണ് LDF സർക്കാർ ആരോഗ്യരംഗത്ത് കൈവരിച്ചത്. എന്നാൽ ഇതെല്ലാം കണ്ടില്ലെന്ന് നടിച്ച് പനി ബാധിച്ച് മരിച്ച 87 പേർ അവരുടെ ജീവന് ഒരു വിലയുമില്ല എന്നുള്ളതാണ് ശ്രീ മുരളീധരൻ്റെ നിലപാട്. പരസ്പര ഏകോപനമില്ലായ്മയും മന്ത്രിയുടെ കഴിവുകേടുമാണ് ഈ മരണത്തിന് കാരണമെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ വിജയവും പരാജയവും സ്വാഭാവികമാണ്. അത് ഇടതുപക്ഷത്തിനും പിന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്കും BJPക്കും എല്ലാവർക്കും ബാധകമാണ് വിജയവും പരാജയവും. പക്ഷേ പരാജയപ്പെട്ടവർ വിമർശനം വെച്ച് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ വീട്ടിൽ ചെന്നിരുന്നു കൊണ്ട് വിമർശനം നടത്തിയാൽ മതിയെന്ന് പറയുന്നത് അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമാണെന്നുള്ള കാര്യം ശ്രീ മുരളീധരനെ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റു കാര്യം, ഇന്നിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹം കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. കേരള മുനിസിപ്പാലിറ്റീസ് ആക്ട് 1994 സെക്ഷൻ 91 പ്രകാരം ഒരു കൗൺസിലർ തുടർച്ചയായി 3 മാസക്കാലയളവിൽ നടന്ന എല്ലാ കൗൺസിൽ യോഗങ്ങളിലും പങ്കെടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ തുടർച്ചയായി 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്താൽ
കൗൺസിലറുടെ സ്ഥാനം ഒഴിവായതായി പ്രഖ്യാപിക്കാവുന്നതാണ്. അതിൻ്റെ നടപടിക്രമം എന്ന് പറയുന്നത് കൗൺസിലർ തുടർച്ചയായ യോഗങ്ങളിൽ പങ്കെടുക്കാതിരിക്കുന്ന വിവരം സെക്രട്ടറി രേഖപ്പെടുത്തണം. കൗൺസിലറുടെ കാരണം കാണിക്കൽ നോട്ടീസ് കൗൺസിലർക്ക് നൽകണം. കൗൺസിൽ യോഗത്തിൽ വിഷയം പരിഗണിച്ച് തീരുമാനമെടുക്കണം. കൗൺസിൽ യോഗം കൃത്യസമയത്ത് തന്നെ വിളിച്ചു ചേർക്കണം. ഒരു കാര്യം, ഗൗരവമുള്ള കാര്യം ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൻ്റെ മിനിറ്റ്സ് അത് തിരുത്തുവാനും അതുപോലെ തന്നെ അതിൻ്റെ വസ്തുതകൾ മറച്ചു വെക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം 3 കൗൺസിൽ യോഗത്തിൽ തുടർച്ചയായി പങ്കെടുത്തുവെന്ന് വരുത്തി തീർക്കുന്നതിനുള്ള നടപടികളുമായിട്ട് കൗൺസിലിൻ്റെ ഭരണസമിതി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സെക്രട്ടറിയും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കൗൺസിൽ നടപടിക്രമങ്ങളെ രേഖപ്പെടുത്തുന്ന രേഖകൾ അവർ കസ്റ്റഡിയിലെടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതല്ലെങ്കിൽ അത് തിരുത്തുവാനും അത് വ്യാജരേഖ നിർമ്മിക്കുവാനുമുള്ള എല്ലാ സാധ്യതകളും കാണുകയാണ്. ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്ന സമരം മനസ്സിലാക്കിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹാരം കാണണം എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. രണ്ട് കാര്യമുള്ളത്. എന്തെങ്കിലുണ്ടോ? പറഞ്ഞു അത് അന്വേഷണം നടത്താമെന്ന് ബഹുമാനപ്പെട്ട ഹോം മിനിസ്റ്റർ പറയുകയും ആ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം നിയമസഭയിൽ ചർച്ച ചെയ്യാമെന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ പറയുകയും ചെയ്തിരിക്കുകയാണ്. ഒരു കാരണവശാലും ചിലപ്പോൾ ചില അവസരങ്ങളിലൊക്കെ തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഒരു കാരണവശാലും ഇത്രയധികം മലിനജലം ഉപയോഗിച്ചുകൊണ്ട് സമരത്തെ നേരിടുന്നത് ഉണ്ടായിട്ടില്ല. PM ശ്രീ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് പരസ്യമായി മാപ്പ് പറയും. മുസ്ലിം ലീഗാണ് BJP-യുമായിട്ട് ഡീലുണ്ടാക്കിയെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. മുസ്ലിം ലീഗിൻ്റെ ഇന്നത്തെ മന്ത്രിമാർ പലരും അന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി തയ്യാറായി. ഇന്നിപ്പോൾ മുസ്ലിം ലീഗ് അവർ എങ്ങനെ തങ്ങൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എങ്ങനെ പിന്മാറാം എന്നതിനെ സംബന്ധിച്ചിടത്തോളമാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ അധികാരത്തിൽ വന്ന പിറ്റേ ദിവസം PM ശ്രീ അറബിക്കടലിൽ എറിയുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ല PM ശ്രീയുമായി ഇപ്പോൾ PM ശ്രീയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാലും ഇപ്പോൾ അന്നത്തെ പഴയ ഗവൺമെൻറ് നടത്തിയിട്ടുള്ള എഴുത്തുകുത്തും രേഖകളും പരിശോധിച്ച് നോക്കിയാൽ ഇപ്പോൾ PM ശ്രീയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ കേരളം PM ശ്രീ നടപ്പിലാക്കുന്നില്ല എന്ന് ഗവൺമെൻറ്റിന് വേണ്ടി മന്ത്രിക്ക് വേണ്ടി അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് കത്തെഴുതിയതാണ്. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി കേരളത്തിലെ ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്തെഴുതിയാണ് ഏറ്റവും ഒടുവിലുള്ള PM ശ്രീയുടെ രേഖ എന്ന് പറയുന്നത്. ആ കത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി പറയുകയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ PM ശ്രീ നടപടിക്രമങ്ങൾ നിങ്ങൾ നടത്തിയില്ലെങ്കിൽ അതിൽ നിന്ന് വിഡ്രോ ചെയ്തതായിട്ട് അംഗീകരിക്കുന്നതാണ് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ പഴയ ഗവൺമെൻറ് എടുത്ത നടപടി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രം മതിയാവും. എൻ്റെ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ ഒപ്പുവെച്ചതിൻ്റെ സാഹചര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഒപ്പുവെച്ചതിൻ്റെ സാഹചര്യമൊക്കെ ഞാൻ നേരത്തെ തന്നെ ഇപ്പോൾ പറഞ്ഞു. അതും ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ആൾക്കാരല്ല, നമ്മുടെ മന്ത്രിമാർ തന്നെ ചിലവർ 92 കോടി രൂപ വാങ്ങിയത് അത് PM ശ്രീയായിട്ട് യാതൊരു ബന്ധവുമില്ല. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം കിട്ടിയിട്ടുള്ള കാശാണ് 92 കോടി എന്ന് പറയുന്നത്. എന്താ സൗകര്യം? അല്ല, ഇപ്പോൾ എല്ലാ മേഖലയിൽ നിന്നും UDF പുതിയ ഗവൺമെൻറ് 30 ദിവസത്തിനുള്ളിൽ അവർ എടുക്കുന്ന എല്ലാ നടപടിക്രമങ്ങൾക്കെതിരായും വലിയ എതിർപ്പാണല്ല വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ മദ്യത്തിൻ്റെ വീര്യം കൂടിയ മദ്യത്തെ സംബന്ധിച്ചിടത്തോളം VM സുധീരടക്കം ഉള്ള നിരവധി മേഖലയിൽ നിന്ന് എതിർപ്പാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ UDF പ്രതിപക്ഷത്ത് ഉണ്ടായിരുന്നപ്പോൾ എടുത്തിട്ടുള്ള നടപടികൾ എല്ലാം, എതിർത്ത നടപടികളെല്ലാം
ഭരണപക്ഷത്ത് വന്നപ്പോൾ അവർ നടപ്പിലാക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അതിനെതിരെ ശക്തമായ എതിർപ്പാണ് ഉള്ളത്. ഇപ്പോൾ പ്രതിപക്ഷത്തെ നീക്കുമ്പോൾ ഒരു ന്യായം, ഭരണപക്ഷത്ത് വരുമ്പോൾ വേറൊരു ന്യായം. അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ജനങ്ങൾ പറയുകയാണ് ജനങ്ങളെ മണ്ടന്മാരാക്കല്ലേ എന്ന് ജനങ്ങൾ ആവർത്തിച്ച് പറയുകയാണ്. എനിക്കെന്നെ വിശദവിവരങ്ങൾ എനിക്ക് അറിയില്ല. പക്ഷേ ഇതിലൊരു ദുഷ്ടലാക്കുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിൻ്റെ ഒരു ലാഭം ഇതിൽ നോക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.